ഇടുക്കി വെള്ളിയാമറ്റത്ത് കുട്ടിക്കർഷകരുടെ 13 പശുക്കൾ കൂട്ടത്തോടെ ചത്തു. സഹോദരങ്ങളായ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. കർഷകർക്ക് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. രാത്രിയോടെയാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. പിന്നാലെ 13 പശുക്കൾ കുഴഞ്ഞു വീണ് ചത്തു. 17-കാരനായ ജോർജും സഹോദരൻ മാത്യുവും ചേർന്നായിരുന്നു പശുക്കളുടെ പരിപാലനം. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. ഞായറാഴ്ച കപ്പത്തൊണ്ട് തീറ്റയായി നൽകിയിരുന്നു. വൈകാതെ പശുക്കൾ ചത്തു വീഴുകയായിരുന്നു. 4 വർഷമായിട്ട് ഞങ്ങൾ അവിടുത്തെ ഡ്രൈവറിൽ നിന്ന് കപ്പത്തൊലി മേടിച്ച് മോളി വാർക്കയുണ്ട്, അപ്പോൾ വാർക്കയിലിട്ട് ഉണക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ അതുപോലെ നന്നായിട്ട് ഉണങ്ങിയ കപ്പത്തൊലി മറ്റേ ചാക്കിലാക്കി കൊടുത്തു. ഞാനും എൻ്റെ മുകളിലായിരുന്നു. അപ്പം കുറച്ച് നേരത്തേക്കും അനിയത്തി പറഞ്ഞ് കരയാൻ ഒച്ച വയ്ക്കാൻ തുടങ്ങി. ഞങ്ങളോട് ഓടി വരാൻ പറഞ്ഞു, എന്നോട് എന്നോട്. അപ്പം ഞങ്ങൾ ഓടി വന്നു. അപ്പം അവൾ പറഞ്ഞു എൻ്റെ കന്നാലിക്ക് നല്ല പ്രയാസമാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ആയെന്ന് പറഞ്ഞു. 1-2 പ്രതീക്ഷിച്ചുള്ളൂ. അപ്പോൾ അടുത്തെത്തിയപ്പോഴത്തേക്കും എല്ലാം കിടന്ന് ഇങ്ങനെ കിടന്ന് വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്കും അവിടെ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഇപ്പം ചത്തു. 10 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 2022 മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എല്ലാ പശുവിനെയും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മെഡിക്കൽ ടീം ജില്ലാതലത്തിൽ നിന്നും വന്നിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ച് തന്നെയാണ് വലിയ കുഴിയെടുത്ത് അതിനെ മറവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വെറ്റിനറി അധികൃതർ എന്തായാലും സൂചന നൽകിയത് കാരണം മരണത്തിൽ മരിച്ചു. വെറ്റിനറി പറഞ്ഞത് കപ്പയിൽ നിന്നുള്ള സൈനൈഡ് തന്നെയാണ് മരണകാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ കപ്പയുടെ സൈനൈഡ് തലച്ചോറിനെ ബാധിക്കുകയും അതിനെ തുടർന്ന് പശു പിടച്ച് ചാവുകയാണ് ചെയ്തത്. പശുക്കളുടെ പോസ്റ്റ്മോർട്ടം നടത്തി. കപ്പത്തൊണ്ട് ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.